ഇത് കണ്ടില്ല നിങ്ങളെ സുഹൃത്തുക്കളെ, പ്രണയത്തിന് എതിരായി നിന്ന മാതാപിതാക്കളെ നഴ്സ് അതിമാരകമായ ലെവലില് മരുന്ന് കുത്തിക്കയറ്റിട്ട് കൊന്നു. കേട്ടില്ലേ? ഹൈദരാബാദിലാണ് സംഭവം. 20 വയസ്സുള്ള ചെറുപ്പക്കാരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു വിലയുമില്ല, ജനിപ്പിച്ച തന്തക്കും തലക്കും ഒരു വിലയുമില്ല. ഇന്നലെ എന്നോ കണ്ട ഒരു കാമുകന് വേണ്ടി അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ മാതാപിതാക്കളെ കൊന്നു. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത് ഇന്ത്യയിലാണ്, ഹൈദരാബാദിലാണ്. അവളൊരു നേഴ്സാണ്. നേഴ്സ് എന്ന് പറയുമ്പോൾ ജീവൻ രക്ഷിക്കേണ്ട ആളാണ്. ആ ജീവൻ രക്ഷിക്കേണ്ട ആളാണ് അവളുടെ മാതാപിതാക്കളെ ഹൈ ലെവലിൽ മരുന്ന് വെച്ചിട്ട് കുത്തിക്കയറ്റി കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങോട്ടാണ് നമ്മളെ ഈ കാലം പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് തെറ്റാ ചെയ്ത്? ആ പെണ്ണിന് ഒരു ജീവിതം കൊടുത്തു. ആ പെണ്ണിന് ജീവിതം കൊടുത്തു. 20 വയസ്സുള്ള യുവതി എന്നാ പറഞ്ഞത്. 20 വയസ്സ് വരെ കാല് വളരുണ്ടോ കൈ വളരുണ്ടോ നോക്കി വളർത്തിയെടുത്തു. എന്നിട്ട് അവർക്ക് മാതാപിതാക്കൾ കൊടുത്ത ഒരു സമ്മാനമാണ് എന്ത്? എന്നേക്കുമായിട്ട് ഈ ലോകത്തിന് വിട പറയാനുള്ള ഒരു സമ്മാനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് ഹൈദരാബാദിൽ നടന്നതെങ്കിൽ കൂടി നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്നേഹബന്ധങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക. ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ മക്കളോടുള്ള കമ്മിറ്റ്മെന്റും സംസാരങ്ങളും അവരുടെ ഇടപഴകലും ഒക്കെ നോക്കിയിട്ട് എന്താണ് നിന്റെ പ്രശ്നം, ഞാൻ തരുന്ന സ്നേഹം അല്ലെങ്കിൽ മാതാപിതാക്കൾ തരുന്ന സ്നേഹം നിനക്ക് പോരെ, പുറത്തുനിന്ന് എവിടെയെങ്കിലും വേണം, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് അറിയിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ നിനക്ക് എതിരായിട്ട് നിൽക്കണ്ടെങ്കിൽ ഞങ്ങളെ വഴിക്ക് വിടുക, നീ നിന്റെ വഴിക്ക് പോവുക എന്നുള്ള ഒരു കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നടന്നിട്ടുള്ളത് ഹൈദരാബാദിലാണ്. നാളെ കേരളത്തിലും സംഭവിക്കാം. ഓക്കെ, ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സംഭവത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴപ്പ് അങ്ങോട്ട് മാറി കിട്ടി. തീർച്ചയായിട്ടും. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വായിൽ വച്ചും പോയി, ഇതിപ്പോ തുപ്പാനും പറ്റൂല, വിഴുങ്ങാനും പറ്റുന്ന അവസ്ഥയായി പോയി. പക്ഷെ ഇവൾക്ക് ഇവിടെ ലവർ ഉണ്ടെങ്കിൽ ഇവിടെ കോടതി ഉണ്ട്, ഇവൾക്ക് അതിന്റെ രീതിയിൽ നീങ്ങാം. പക്ഷെ ഇവളങ്ങനെ ചെയ്തില്ല. ഇവൾക്ക് മറ്റേ കാമക്കഴപ്പ് മൂട്ടിട്ട് ഇവള് ചെയ്തൊരു പ്രവൃത്തിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ള കഴപ്പ് തന്നെയാണ്. അത് അവനെയും കിട്ടിയില്ല, അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. ജയിലിൽ പോവും ചെയ്യും. ജയിലിൽ പോവും. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്മയും അച്ഛനും വളർത്തുന്നത് പോലെയും ഇരിക്കും. തീർച്ചയായിട്ടും. അങ്ങനല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അതായത് കുട്ടികൾക്ക് മാതാപിതാക്കൾ എങ്ങനെ ആവുന്നു അതിനനുസരിച്ച് കുട്ടികൾ തിരിച്ച് റിയാക്ട് ചെയ്യും. ആ കാര്യം മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഇത് കേരളത്തിൽ നടക്കും. എല്ലാരും വിചാരിക്കും ഇത് കേരളത്തിലാണല്ലോ നടന്നത്. മറ്റേ പൃഥ്വിരാജ് പറഞ്ഞ കണക്ക് ഇതെല്ലാം ഇന്ത്യയിലാണ് നടന്നത്. തീർച്ചയായിട്ടും. ഇത് നമ്മളെ മൊത്തം ഇന്ത്യക്കാരാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും വെളിയിലാണ് ജോലി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ജോലി ചെയ്യണത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്നേ ഇവര് കാണുള്ളൂ. നമ്മൾ കേരളത്തിലുള്ളതോ നമ്മൾ ഹൈദരാബാദിലുള്ളതോ നമ്മൾ പഞ്ചാബിലുള്ളതോ തമിഴ്നാട്ടിലുള്ളതായിട്ടല്ല അവർ കാണുന്നത്. ഒറ്റ പാസ്പോർട്ടേ ഉള്ളൂ, അത് ഇന്ത്യന്നാണ്. അത് നിങ്ങളെ പോലുള്ള ആൾക്കാർ അവിടെ ജോലി എടുക്കുന്നത് ഇവിടെ നടക്കുന്നത് വിഷയമില്ല, അത് അവിടെ നടക്കുന്നത് വിഷയം. ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇതൊന്നും ഇവരാരും ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല. ഇത് സ്വന്തം വീട്ടിനകത്ത് നടക്കുമ്പോഴേ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കേൾക്കുന്നത് വളരെ നിസ്സാരമായ ഒരു സംഭവം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്രം ഭാഷയിലാണ് ഇത് തള്ളയ്ക്ക് വിളിച്ചിട്ട് ഇതൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ. ട്രിവാൻഡ്രം പൈലിയാണ്, അവനവൻ്റെതായിട്ടുള്ള ഭാഷ ഉണ്ടാവും, എനിക്ക് എന്റേതായിട്ടുള്ള ഭാഷ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങളേതായാലും തള്ളയെ വിളിച്ചിട്ട് റെസ്പെക്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു പറയാം, തള്ളയെ വിളിക്കാനും പറ്റൂല, ഷിബിളോട്ട് വിളിക്കുന്നതാണ്. അങ്ങനത്തെ അവസ്ഥയാണിത്. അപ്പോ ഇങ്ങനത്തെ കേസുകെട്ടുകള് ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ശ്രീഷ്മ മറ്റേ വേഷം കൊടുത്തു കൊന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളെ, നമുക്ക് ജന്മം നൽകിയ ആളുകളെ ദയവ് ചെയ്ത് കുരുതിക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഇഷ്ടത്തിന് പോയിക്കോ. ഇപ്പൊ ഇതിൽ എന്താ സംഭവിച്ചത്? കിട്ടിയോ? അവളെ കിട്ടിയോ? അവളെ കിട്ടിയോ? കിട്ടൂല. അവളെ കിട്ടും, ജയിലില് തടവുകാരൻ. അതെ. അപ്പോ ഇവൾക്ക് നമ്മളെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, ഇവള് പോവാന്ന് വിചാരിച്ച അവനെയും നഷ്ടപ്പെട്ടു. ഇതില് പെണ്ണുങ്ങൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളാണ് ഏറ്റവും വലുത്. അതിനപ്പുറേ ഉള്ളൂ അവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് അവര് കെട്ടിച്ചു കൊടുത്ത് വിടും, അത് വേറെ വിഷയം. അപ്പൊ അവള് വേറൊരു സ്ഥലത്താണ് പോവേണ്ടത്. പക്ഷെ അവര് ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നെ നമ്മൾ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ല, അല്ലെങ്കിൽ ഡൈവേഴ്സ് ഉണ്ട്, ഡൈവേഴ്സ് ചെയ്യാൻ നമുക്ക്. ഇപ്പൊ സപ്പോസ് അത് അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇത് ഇവിടെ പക്ക കിഴപ്പ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഇവിടെ ഒരു ഇതുമില്ല, ഒരു കോടതിയില്ല, ഒരു നിയമവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഒരു നിയമമുണ്ട്, അത് അവര് പാലിക്കും. പക്ഷെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് വേറൊരു സുരക്ഷ ഉണ്ട്. അപ്പൊ മറ്റേ എന്തിനാണ് പേര്, സിംജിത വന്നോണ്ട് നമുക്ക് ഉപകാരമായി.
സത്യം പറയാം, നമുക്ക് ഉപകാരമായി, പെണ്ണുങ്ങൾക്ക് അത് അടിയുമായി. എത്രയോ പെണ്ണുങ്ങൾ നല്ല ഇതേപോലെ ബസ്സിൽ പിടിച്ചു പറഞ്ഞാൽ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഇവൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത്. ഇവളെ പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുക. ആ പാലും മാത്രം എന്നെ തട്ടിക്കൂന്ന് പറഞ്ഞിട്ട് എന്താ. അപ്പോ പറയാനുള്ളത്, ഇനി ഇത് നടന്നത് ഹൈദരാബാദിലാണ്. കേരളത്തിലെ പെണ്ണുങ്ങളും കൂടിയാണ് പറയുന്നത്. നമുക്ക് കേരളത്തിലെ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മളിപ്പോ സംസാരിക്കുന്ന മലയാള ഭാഷയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടുള്ള വഴിക്ക് പോകും. ആരും പിടിച്ചു വെച്ചിട്ട് പോകരുതെന്നും പറയില്ല. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ ഇവരോട് ജീവിക്കാം. കല്യാണം കഴിക്കണമെന്നില്ല, ഡിപെൻഡുകാരായിട്ടും ജീവിക്കാന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, കൊല്ലരുത്, ജീവിതം കളയരുത്. അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഓക്കെ. ഇതിപ്പോ അവൻ ജയിലിലുണ്ടോ? അവനും ജയിലിലില്ല. ഇല്ല, അവള് ജയിലിലായി. അവന് ഇന്നല്ലെങ്കിൽ ഇത് ഇവളല്ലെങ്കിൽ വേറൊരുത്തി, അവളല്ലെങ്കിൽ വേറൊരുത്തി. അവന്റെ ജീവിതം അവൻ ആസ്വദിച്ചു. ആണുങ്ങൾ പറയും കണക്ക് അവളല്ലെങ്കിൽ അവളെ അമ്മ. അതുപോലെ തന്നെ ആണ് പെണ്ണുങ്ങൾക്കും. ഇപ്പൊ കണ്ടില്ലേ കേരളത്തിൽ കാണിച്ചാണ്. ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കാമുകിയെ തേച്ചെന്ന് പറഞ്ഞിട്ട് കാമുകിന്റെ അച്ഛനെ വളച്ചു. കേരളത്തിൽ നമ്മൾ സംഭവം കുറച്ച് പിറകിലോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓക്കെ, ശരി. പുതിയ വീഡിയോ വീണ്ടും കാണാം. ദാസനും വിജയനും വീണ്ടും. തീർച്ചയായും.